സോ ഈ വീഡിയോ വെബ്3നെ കുറിച്ചാണ്. ഡീസെൻട്രലൈസ്ഡ് ടോക്കൺ ബേസ്ഡ് സെൽഫ് സോവൻ ഐഡന്റിറ്റി ബ്ലോക്ക് ചെയിൻ ഫോക്കസ്ഡ് ഇൻഫ്രാസ്ട്രക്ചർ. ഇപ്പോൾ ഉള്ള ഇന്റർനെറ്റിൽ ആളുകൾക്ക് ഇഷ്ടപ്പെടാത്ത പക്ഷെ ഭാവിയിൽ വാഗ്ദാനം ചെയ്യുന്ന ഒരു ഇന്റർനെറ്റ്. ഒരു ഇമ്പോർട്ടന്റ് ഫീച്ചർ എന്ന് പറയുമ്പോൾ അത് ഡീസെൻട്രലൈസ്ഡ് ആണ്. ഫോർ എക്സാമ്പിൾ കറന്റ് ഇന്റർനെറ്റിൽ വെച്ച് നോക്കി കഴിഞ്ഞാൽ നമ്മളെല്ലാവരുടെയും ഡേറ്റ ഒരു പെർട്ടിക്കുലർ സെർവർ എന്ന് വെച്ചാൽ ഒരു സെൻട്രലൈസ് സിസ്റ്റത്തിലാണ് സ്റ്റോർ ചെയ്തേക്കണം. പക്ഷെ വെബ്3 വരുമ്പോൾ ഇത് പല സിസ്റ്റങ്ങളിലായിരിക്കും സ്റ്റോർ ചെയ്യണം. അതുകൊണ്ട് ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സിസ്റ്റമിൽ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാലും എല്ലാ സിസ്റ്റമിലും ചേഞ്ച് ആവും. എന്നാൽ മാത്രമാണ് ആ ചേഞ്ച് ഹാപ്പൺ ആവുള്ളൂ. അല്ലെങ്കിൽ ആ ചേഞ്ച് വർക്ക്ഔട്ട് ആവില്ല. ഇറ്റ് വിൽ റിവേർട്ട് ബാക്ക്. ഇപ്പോൾ നിലവിൽ കുറെ അപ്ലിക്കേഷൻസ് വന്നു തുടങ്ങി. അതിലൊരു എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ ഡിട്യൂബ് ആണ്. ഡിട്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂട്യൂബിന്റെ ഓൾട്ടർനേറ്റീവ്. ഡിട്യൂബിന്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിട്യൂബ് ഡീസെൻട്രലൈസ്ഡ് പ്ലാറ്റ്ഫോമാണ്. നമ്മൾ ഇടുന്ന വീഡിയോ വന്നിട്ട് ഒരു പ്രൈവറ്റ് സെർവറോ ഒരു സെൻട്രൽ സെർവറിൽ സ്റ്റോർ ആവില്ല. സോ വന്നിട്ട് മൾട്ടിപ്പിൾ സെർവേഴ്സിലാണ് സ്റ്റോർ ആവും. ആര് വിചാരിച്ചാലും ആ വീഡിയോ വൺസ് നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഡിലീറ്റ് ചെയ്യാൻ പറ്റില്ല. കമ്പയറിംഗ് യൂട്യൂബ് വന്ന് നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് വേണമെങ്കിൽ നമ്മുടെ വീഡിയോ ഡിലീറ്റ് ചെയ്യും. സോ ആ പെർമിഷൻ അവർക്ക് കിട്ടും. മറ്റൊരു അഡ്വാൻറ്റേജ് ഓഫ് വെബ്3, ഇതൊരു അതോറിറ്റീസ് അല്ല മോണിറ്റർ ചെയ്യുക. അതിന് പകരം സ്മാർട്ട് കോൺട്രാക്ട് ആണ് മോണിറ്റർ ചെയ്യുക. സോ സ്മാർട്ട് കോൺട്രാക്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രീ ബിൽഡ് ഓട്ടോമേറ്റഡ് ഫംഗ്ഷൻ, അത് അതിൻ്റെതായ സമയം വരുമ്പോൾ അത് പെർഫോം ചെയ്യും. അങ്ങനെയാണ് വേറെ ഡിസിഷൻസ് എടുക്കുക. വെബ്3യിൽ ഡേറ്റ പ്രൈവസി അതിലൊരു നെഗറ്റീവ് ഇമ്പാക്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലോക്ക് ചെയിൻ നാച്ചർ വന്നിട്ട് ട്രാൻസ്പെറന്റ് ആണ്. പാർട്ടിസിപ്പൻസ് അവരുടെ ട്രാൻസാക്ഷൻ ഒക്കെ പബ്ലിക്കലി വിസിബിൾ ആണ്. അത് വന്നിട്ട് ആക്ച്വലി ഇറ്റ് ഈസ് അഗൈൻസ്റ്റ് ദ പ്രൈവസി. സോ ഇതാണ് കറന്റ് കൺസേൺസ് അബൌട്ട് വെബ്3. ഇതിന്റെ ഡെവലപ്പർ സ്റ്റാക്കിനെ കുറിച്ച് ഒരു വീഡിയോ വേണമെങ്കിൽ അടിയിൽ കമന്റ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്ക് ബൈ.